കാർഡ് സ്പ്രിങ് പെർഫോം ചെയ്യാനായിട്ട് ഈ ഒരു ഗ്രിപ്പിൽ നിങ്ങൾക്ക് ഹോൾഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ കാർഡിൻ്റെ മേൽഭാഗത്ത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 3 വിരൽ വെച്ചിട്ട് ഹോൾഡ് ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ 4 വിരലും വെക്കാവുന്നതാണ്. നമ്മുടെ തമ്പ് എപ്പോഴും ഈ ഒരു ബോട്ടം കോർണറിലായിരിക്കണം പ്ലേസ് ചെയ്യേണ്ടത്. അതിനുശേഷം എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ കാർഡായിട്ട് ജസ്റ്റ് റിലീസ് ചെയ്യുക. കാർഡ് എങ്ങനെ റിസീവ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നോക്കി വെച്ചെങ്കിൽ ഈ ഒരു പൊസിഷനിലായിരിക്കണം കാർഡ് നമ്മൾ റിസീവ് ചെയ്യേണ്ടത്. ഇവിടെ നോക്കി വെച്ചെങ്കിൽ ചെറുവിരൽ നമ്മുടെ കാർഡ് പുറത്തു പോകാതെ തടഞ്ഞ് നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും നമ്മൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫസ്റ്റ് ചെയ്യുമ്പോൾ കുറച്ച് അടുത്തുനിന്ന് സ്പ്രിങ് ചെയ്യുക, പിന്നെ കുറച്ച് ദൂരം കൂട്ടി കൊണ്ടുവരിക. നന്നായിട്ട് ഡിസ്റ്റൻസ് കൂട്ടിക്കൊണ്ടുവരുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടയിൽ നിന്ന് കാർഡ്സ് തെറിച്ച് പോകാനുള്ള സാധ്യത കൂടുതലാണ് നമ്മൾ ഡിസ്റ്റൻസ് കൂട്ടിക്കൊണ്ടുവരുമ്പോൾ. അപ്പോൾ അത് കുറയ്ക്കാൻ വേണ്ടിയിട്ട്, അതില്ലാതാക്കാൻ വേണ്ടിയിട്ട് കാർഡ് സ്പ്രിങ് ചെയ്യുമ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കാർഡിൻ്റെ ഡിസ്റ്റൻസ് കുറച്ച് കൊണ്ടുവരാം. അപ്പോൾ ഒരു ഉദാഹരണം കാണിക്കുകയെങ്കിൽ ഇങ്ങനെ സ്പ്രിങ് ചെയ്ത് കൊണ്ടുവരുമ്പോൾ കാർഡ് പുറത്ത് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ക്ലാപ്പ് ചെയ്യുക ഈ ഒരു പൊസിഷനിൽ. നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ കാർഡ് ഡ്രിബിളാണ്. അപ്പോൾ നേരത്തെ അതേ പൊസിഷനാണ്, പക്ഷേ ചെറിയ വ്യത്യാസം ഉണ്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ 3 ഫിംഗേഴ്സും ടോപ്പ് ഭാഗത്തും, തമ്പ് ഇവിടെ അടിഭാഗത്ത്. ഇൻഡെക്സ് ഫിംഗർ എന്ന് വെച്ചാൽ ഈ ഒരു പൊസിഷനിലായിരിക്കണം. അപ്പോൾ ഇൻഡെക്സ് ഫിംഗർ ഉപയോഗിച്ചിട്ട് ബെൻഡ് ചെയ്യുക, അല്ലെങ്കിൽ ജസ്റ്റ് ഇവിടെ ഒന്ന് പ്ലേസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ മാത്രം മതി നമുക്കൊരു സപ്പോർട്ടിന് വേണ്ടിയിട്ട്. സ്പ്രിങ് ചെയ്യുമ്പോൾ ഓരോന്നായിട്ട് റിലീസ് ചെയ്ത പോലെ ഇവിടുന്നും ഓരോന്നായിട്ട് നമ്മൾ റിലീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ ഡ്രിബിൾ പ്രാക്ടീസ് ചെയ്ത് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റുന്നവർക്ക് അനകൊണ്ട ഡ്രിബിൾ ചെയ്യാവുന്നതാണ്. ലെങ്ത്ത് കൂട്ടിക്കൊണ്ടുവരിക. ഈ ഒരു ഡിസ്റ്റൻസിൽ നിന്ന് ഡ്രിബിൾ ചെയ്യുന്നതിന് പകരം നമ്മൾ ലെങ്ത്ത് കൂട്ടിക്കൊണ്ടുവരിക. അപ്പോൾ വാട്ടർഫോൾ ചെയ്യാനായിട്ട് കാർഡ് ബെൻഡ് ചെയ്താൽ മാത്രം പോരാ, കുറച്ചിങ്ങനെ റിലീസ് ചെയ്യണം. മീൻസ് ഈ ഓരോ കാർഡിൻ്റെ ഇടയിലും ഒരു ഗ്യാപ്പ് വരുത്തണം. അതിനായിട്ട് നമ്മൾ ബെൻഡ് ചെയ്യുക, കുറച്ചിങ്ങനെ റിലീസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓരോ കാർഡ്സിൻ്റെ ഇടയിൽ ഒരു ഗ്യാപ്പ് ഉണ്ടാവും. അപ്പോൾ ഗ്യാപ്പ് വന്നു കഴിഞ്ഞതിന് ശേഷം ഓരോ കാർഡായിട്ട് റിലീസ് ചെയ്യുക. റിലീസ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു മോഷൻ കൊണ്ടുവരിക. അപ്പോൾ സ്പ്രിങ്ങും ഡ്രിബിളും പോലെ തന്നെ നിങ്ങൾക്ക് ഡിസ്റ്റൻസ് കൂട്ടിക്കൊണ്ടുവരാവുന്നതാണ്. അപ്പോൾ ഈ 3 ഫെറിഷസും നിങ്ങൾക്ക് എങ്ങനെ ചെയ്യാമെന്ന് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇതുപോലത്തെ വീഡിയോസിനായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.